ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ സ്റ്റൈലാണ് നോക്കാൻ പോകുന്നത്. ഓണം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സാരിയുടെ ഒപ്പം കുർത്തീൻ്റെ ഒക്കെ ഒപ്പം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബൺ ഹെയർ സ്റ്റൈലാണ് കാണിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിങ്ങനെ സൈഡിൽ നിന്ന് വകച്ചിലേറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇങ്ങനെ രണ്ട് പോർഷനിലായിട്ട് ഇങ്ങനെ ഹെയർ എടുത്തിട്ട് പഫ് ചെയ്ത് മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. മാക്സിമം ഞാൻ ലൂസാക്കിയിട്ടാണ് കൊടുക്കണം. കാരണം ഇങ്ങനെ വലിച്ചു മുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോന്ത ഇങ്ങനെ പരത്തിയ പോലെ ഇരിക്കുക. അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു മടക്കിയിട്ടുള്ള ഭാഗം മാത്രം ഞാനിങ്ങനെ പഫ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഇറുക്കിൽ സ്ലൈഡ് കൊണ്ടിട്ട് അത് സെക്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു ബുഷ് എടുത്തിട്ട് ബാക്കിൽ എല്ലാ മുടിയും കൂടി ഇങ്ങനെ ചേർത്ത് കെട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് ഞാനിതുപോലെ മടക്കിയിട്ടാണ് ഇടുന്നത്. അതും ഞാൻ ടൈറ്റാക്കി അല്ലാട്ടോ കെട്ടണേ. കാരണം ടൈറ്റാക്കി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഉള്ളു തോന്നില്ല. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉള്ളു തോന്നും. എൻ്റെ മുടിക്ക് ഒട്ടും ഉള്ളു തോന്നാത്തവരെ ഞാൻ ഈ ഒരു എക്സ്റ്റൻഷൻ പോലത്തെ ഒരു ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഇട്ടു. നമ്മുടെ നാച്ചുറൽ ഹെയർ പോലെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിലെ ഹെയറിൽ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക. പിന്നെ മുല്ലപ്പൂ ഞാൻ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.